നിതീഷ് കുമാറിന് പകരം വേറൊരാൾ കേന്ദ്ര തലത്തിൽ മന്ത്രിയായിട്ട് വരാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. നിതീഷ് കുമാറിന് പകരം മറ്റൊരാൾ കേന്ദ്രമന്ത്രിസഭയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പാർട്ടിക്കകത്ത് മറ്റൊരു അധികാര ശക്തി വളർന്നു വരുമോ എന്നുള്ളൊരു ഭയം നിതീഷ് കുമാറുണ്ടെന്നേ. ഈ നിതീഷ് കുമാറിന്റെ ചരിത്രം നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് ജോർജ് ഫെർണാണ്ടസ് ഉണ്ടാക്കിയ പാർട്ടിയല്ലേ JDU എന്ന് പറയുന്നത്. ആ ജോർജ് ഫെർണാണ്ടസിന് പണി കൊടുത്ത് കട്ടിലിൽ കയറ്റി കടത്തിയ ആളുടെ പേരാണ് നിതീഷ് കുമാർ. ആ നിതീഷ് കുമാറിന്റെ ഭയം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ തന്റെ മുകളിൽ ഒരു നേതാവിനെ വളർത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിസഭയിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ അത് തനിക്ക് പിന്നീട് പാരയായി മാറുമോ എന്നുള്ള സംശയങ്ങൾ നിതീഷ് കുമാറിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 2019 17 MP NDAയുടെ ഭാഗമായിരുന്നിട്ടും ഒരു ക്യാബിനറ്റ് മന്ത്രിയെ പോലും വെക്കാൻ സമ്മതിക്കാതിരുന്നത്. അതിന് പറഞ്ഞ ന്യായം എന്താണ്? 2 മന്ത്രിസ്ഥാനം ചോദിച്ചു, കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ല ആ മന്ത്രിസഭയിൽ നിന്ന് മാറിയുന്നത്. ഈ 2011 വരുന്ന സമയത്ത് ക്യാബിനറ്റ് മന്ത്രിയുണ്ട്, സഹമന്ത്രിയുണ്ട്. വേണമെങ്കിൽ 2 മന്ത്രിസ്ഥാനം ചോദിച്ചാൽ കിട്ടത്തില്ലായിരുന്നോ? JDUവിന്റെ ലല്ലൻ സിംഗ് ആണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിയായിട്ടുള്ളത്. നിതീഷ് കുമാറിന് പകരമായിട്ട് മറ്റൊരാൾ ഒരു അധികാര കേന്ദ്രം വളർന്നു വരരുത് എന്ന കൃത്യമായ ഒരു ധാരണ ആർക്കുണ്ട്? ഈ നിതീഷ് കുമാറിനുണ്ട്.